നമസ്കാരം, വെൽക്കം ടു ക്രിക്കറ്റ് 360. ഇന്ന് ക്രിക്കറ്റ് 360ൽ നമ്മൾ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പിൻ്റെ വിശേഷങ്ങൾ, ഇന്നലെ നടന്ന മാച്ചിൻ്റെ വിശേഷങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ടെസ്റ്റിൽ ഇന്ത്യ പരാജയപ്പെട്ടതിൻ്റെ ചില കാരണങ്ങൾ, അതുപോലെ തന്നെ പിച്ചിനെ സംബന്ധിച്ചുള്ള ചില വിവാദങ്ങളുടെ കാര്യങ്ങൾ, അതല്ലാതെ ന്യൂസിലൻഡ് വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് ODI മാച്ചിനെ കുറിച്ചും പാകിസ്ഥാൻ വേഴ്സസ് ശ്രീലങ്ക ODI മാച്ചിനെ കുറിച്ചുമാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പ് മാച്ചിനെ കുറിച്ച് പറയാം. റൈസിംഗ് സ്റ്റാർസ് മാച്ചിൽ ഇന്ത്യ പാകിസ്ഥാനോട് ഇന്നലെ പരാജയപ്പെട്ടു. പാകിസ്ഥാൻ എന്തായാലും ഇന്നലെ ആഘോഷിക്കാനായിട്ടുള്ളൊരു രാത്രിയായിരുന്നു ഇന്നലത്തെ പാകിസ്ഥാൻ ഫാൻസിനെ സംബന്ധിച്ച്. കാരണം ഇന്ത്യ സൗത്ത് ആഫ്രിക്കയായിട്ട് പരാജയപ്പെട്ടു ടെസ്റ്റിൽ. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ഈ ഒരു റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പിൽ പരാജയപ്പെട്ടു. അങ്ങനെ മൊത്തത്തിൽ ഇന്നലെ പാകിസ്ഥാന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നു. ഈ ഒരു മാച്ചിൽ ഇന്ത്യയാണ് ഫസ്റ്റ് ബാറ്റ് ചെയ്ത് 136 റൺസ് അടിക്കാൻ ഇന്ത്യക്ക് സാധിച്ചുള്ളൂ. പാകിസ്ഥാന് ടോസ് കിട്ടി ഇന്ത്യ ബാറ്റ് ചെയ്യാനായിട്ട് വിടുമായിരുന്നു. വൈഭവ് സൂര്യവംശി 45 റൺസും നമൻ ധീർ 35 റൺസും മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചു. 10 ഓവർ വരെ നോർമലായിട്ട് വലിയ കുഴപ്പമില്ലാതെ പോയ ഇന്ത്യ പിന്നീട് തകർന്നടിയുകയായിരുന്നു. അവസാനം വന്നിട്ട് അതിനെ ക്യാപിറ്റലൈസ് ചെയ്ത്, കിട്ടിയ ആ ഒരു തുടക്കത്തെ ക്യാപിറ്റലൈസ് ചെയ്ത് ഒരു നല്ലൊരു സ്കോറിലേക്ക് എത്തിക്കാനായിട്ട് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് സാധിച്ചില്ല. അവിടെ ഒരു വൻ തകർച്ച ഇന്ത്യ നേരിട്ടു. നന്നായിട്ട് ബോൾ ചെയ്തു പാകിസ്ഥാൻ. തിരിച്ച് ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ വെറും 13.2 ഓവറിൽ കളിച്ച് ജയിച്ചു. മാൻ ഓഫ് ദി മാച്ച് ആയത് മാസ് സദാക്കത്ത് എന്ന് പറഞ്ഞ പാകിസ്ഥാൻ്റെ പ്ലെയറാണ്. ഓപ്പണിംഗ് ഇറങ്ങി 79 റൺസ് അടിച്ചു, നോട്ട് ഔട്ടായിട്ട് നിന്നു. ബാക്കി ആരും വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും ചെയ്തില്ല. ഈ ഒരു ഇന്നിങ്സ് കൊണ്ട് തന്നെ പാകിസ്ഥാന് ജയിക്കാനായിട്ട് സാധിച്ചു. പുള്ളി 2 വിക്കറ്റ് കിട്ടും. പാകിസ്ഥാൻ്റെ ബോളേഴ്സ് അതുപോലെ തന്നെ ഷഹീദ് അസീസ് 3 വിക്കറ്റ് ഇട്ടു. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വലിയ കാര്യമായിട്ടുള്ള ബോളിംഗ് കോൺട്രിബ്യൂഷൻസ് ഒന്നും ഉണ്ടായില്ല. ഇന്ത്യ കയ്യിൽ വന്ന അവസരങ്ങൾ 1-2 പാഴാക്കി. ഒന്ന് നമ്മുടെ വൈഭവ് സൂര്യവംശി ഒരു ക്യാച്ച് കളഞ്ഞു. ഈ സദാക്കത്തിൻ്റെ ക്യാച്ച് തന്നെയാണ് കളഞ്ഞത്. മറ്റവസരങ്ങളും ഇന്ത്യ പാഴാക്കി. അതുപോലെ തന്നെ ഒരു ക്യാച്ച് എടുത്തത്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാച്ച് എടുത്തത്, അത് ഇന്ത്യക്ക് തേർഡ് അമ്പയർ അത് നിഷേധിച്ചു. ശരിക്കും പറഞ്ഞാൽ അത് ക്യാച്ചായിരുന്നു, എനിക്ക് വിഷ്വലി കണ്ടിട്ട് ക്യാച്ചായിരുന്നാണ് തോന്നിയത്. തേർഡ് അമ്പയറിന് അത് ഒരുപക്ഷെ അത് ചിലപ്പോൾ ബൗണ്ടറി ലൈനിൽ ടച്ച് ചെയ്തതായിട്ടൊക്കെ തോന്നിയിരിക്കാം. അത് 6 കൊടുക്കേണ്ടതാണ്. അങ്ങനെ ബൗണ്ടറി ലൈനിൽ ടച്ച് ചെയ്തെങ്കിൽ 6 കൊടുക്കേണ്ടതാണ്. പക്ഷേ 6ഉം കൊടുത്തില്ല. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വ്യക്തമായില്ല. എന്തായാലും ഈ മാച്ചിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ ആ ഒരു ബാറ്റിംഗ് തകർച്ച അതെന്തുകൊണ്ട് ഉണ്ടായതാണെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് T20 ആണെന്നുണ്ടെങ്കിലും ഇന്ത്യ അടിച്ചടിച്ച് കളിക്കുന്ന ഒരു അഗ്രസീവ് ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റാണ് ഞങ്ങൾ കളിക്കുന്നത് എന്നുള്ള മൊത്തത്തിലുള്ള ഒരു ധാരണ ഇന്ത്യൻ പ്ലേയേഴ്സിന് മൊത്തത്തിലുണ്ട്. അത് സീനിയേഴ്സ് ആയാലും AIക്ക് വേണ്ടി കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിലും ഇപ്പം അടിച്ച് മറിച്ച് കളയാന്നുള്ളൊരു അഹങ്കാരം എന്ന് വേണമെന്ന് പറയാൻ പറ്റുന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഒരു തകർച്ച ഉണ്ടായി, 1-2 വിക്കറ്റ് വീണു. അപ്പോൾ എങ്ങനെ അതിൽ നിന്ന് റിക്കവർ ചെയ്യണമെന്നുള്ളൊരു കാര്യമുണ്ട്. അതിപ്പോൾ ടെസ്റ്റും 50 ഓവർ മാത്രമല്ല, T20 ആയാലും പെട്ടെന്ന് 2 വിക്കറ്റ് പോയാൽ ഏതൊരു വമ്പൻ ടീമായാലും പ്രതിരോധത്തിലേക്ക് പോകും. പുതിയൊരു ബാറ്റ്സ്മാൻ വന്ന് സെറ്റാവാൻ ഒരു ചെറിയ ടൈം എടുക്കും. T20 ആകുമ്പോൾ അത് വളരെ ചെറിയ ടൈമായിരിക്കും. ഒരു 4-5 ബോൾ ഒരു ബാറ്റ്സ്മാൻ സെറ്റിലാവാൻ കിട്ടത്തുള്ളായിരിക്കും. പക്ഷേ ആ സെറ്റിലാവാൻ കിട്ടുന്ന ബോൾ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ളൊരു കാര്യമുണ്ട്. ഇന്ത്യക്ക് പലപ്പോഴും പരാജയം സംഭവിക്കുന്ന അവിടെയാണ്. ഇപ്പോൾ ഇന്നലെ ഈ പാകിസ്ഥാനായിട്ടുള്ള മാച്ചിലും പരാജയം സംഭവിച്ച അവിടെയാണ്. അവിടുന്ന് ഒരു 2 വിക്കറ്റ് വേണ്ടിയിട്ട് റിക്കവറായി പിന്നെ ഭയങ്കരമായിട്ട് അടിക്കാനാണ് ശ്രമിക്കുന്നത്. അതേസമയം ഒരു റിക്കവറി ഫേസിൽ തന്നെ T20യിൽ ഒരു സിംഗിൾസും ഡബിൾസും എടുത്ത് സ്കോർ ചെറുതായിട്ട് ചലിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനല്ല നോക്കുന്നത്. ഒന്നെങ്കിൽ ഡിഫെൻഡ് ചെയ്യുക, ഡോട്ട് ബോൾസ് ക്രിയേറ്റ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ അടിച്ച് റൺസ് എടുക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് ഉള്ളത്. അതിന് പകരം ഇപ്പോൾ AB de Villiers ഒരു ഉത്തമ ഉദാഹരണമാണ്. T20യിലായാലും AB de Villiersൻ്റെ എത്ര വലിയ ഇന്നിങ്സ് നമ്മൾ എടുത്ത് നോക്കിയാലും പുള്ളി വന്ന് ഫസ്റ്റ് ബോൾ തൊട്ട് പുള്ളി ചെയ്യുന്നത് എന്താണ്, ഡോട്ട് ഉണ്ടാക്കുകയും ചെയ്തില്ല, ഭയങ്കര അൾട്രാ അഗ്രഷൻ ഒന്നും കാണിക്കത്തില്ല. ഫസ്റ്റ് ബോൾ തൊട്ട് പോസിബിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ റൺ അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു ഡബിൾ റണ്ണും ഓടിയെടുത്ത് ആ ഒരു മൊമെൻറ്റം ഉണ്ടാക്കി എടുത്തിട്ടാണ് പിന്നീട് ലൂസ് ബോൾസും കൂടെ അറ്റാക്ക് ചെയ്ത് അടിക്കുമ്പോഴാണ് പുള്ളിക്ക് ഇത്ര അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ആ ഒരു ആർട്ട് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ തീർച്ചയായിട്ടും മാസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളെല്ലാം തികഞ്ഞു നിൽക്കുന്ന ഒരു ടീമാണെന്നുള്ളൊരു ധാരണ പൊതുവെ ഉണ്ടെന്ന് എനിക്കൊരു ഫീല് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പിൽ ഇതിനു മുമ്പുള്ള മാച്ചിലും ഞാൻ ശ്രദ്ധിച്ചിട്ട് നമ്മളൊരു വമ്പൻ ആണ്, ക്രിക്കറ്റിൻ്റെ എല്ലാം തികഞ്ഞവരാണെന്നുള്ളൊരു ഫീലുണ്ട്. അതിനൊരു ചെറിയൊരു അടിയാണ് ഇന്നലെ പാകിസ്ഥാനുമായിട്ടേറ്റ ഈ പരാജയം. അത് അത്യാവശ്യമാണ്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയായിട്ടേറ്റ പരാജയമായാലും ഇപ്പോൾ പാകിസ്ഥാനായിട്ടേറ്റ പരാജയമായാലും ഇനിയിപ്പോൾ അവസരങ്ങളുണ്ട്. ഈ റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പിൽ തന്നെ ഇനി സെമി ഫൈനലുണ്ട്. ഫൈനലൊക്കെ വരുമ്പോഴത്തേക്ക് പാകിസ്ഥാനെ വീണ്ടും കിട്ടും. ഇന്ത്യ പരാജയപ്പെടുത്തുകയും ചെയ്യും. പക്ഷേ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് മാത്രം. എന്തായാലും ഇനി ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ടെസ്റ്റിൻ്റെ പരാജയ കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ തന്നെ ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട്. ബൂംറ ഇന്നലെ ഓവർ ചെയ്യാൻ ഋഷഭ് പന്ത് ഫസ്റ്റ് സ്പെല്ലിൽ വിളിച്ചില്ല എന്നുള്ള കാര്യം. അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ക്രൂഷ്യലായിട്ട് തോന്നിയത്. പിന്നെ ഇന്ത്യ ബാറ്റ് ചെയ്തപ്പോൾ പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ജഡേജയുടെ വിക്കറ്റ്, അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറിൻ്റെ വിക്കറ്റ്,
ധ്രുവ് ജുറേൽ അടിച്ചൗട്ടായ രീതി, ഋഷഭ് പന്ത് അടിച്ചൗട്ടായ രീതി, ഇതൊക്കെ തന്നെ ഒരു കാരണങ്ങളായിട്ട് പറയാനുണ്ടെങ്കിൽ പിച്ചാണ് ഇപ്പോൾ ഒരു ടോട്ടലി ഒരു ഡിസ്കഷൻ പോയിന്റായിട്ട് നിൽക്കുന്നത്. പിച്ച് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇത്ര ഒരു ഭയങ്കര സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള റാങ്ക് ടേണർ എന്ന് പറയുന്ന രീതിയിലുള്ള പിച്ച് ക്രിയേറ്റ് ചെയ്തു. അവിടെ ആ കുഴിയിൽ അവനവൻ കുഴിച്ച കുഴിയിൽ ഇന്ത്യ വീണു എന്നുള്ളതാണ്. ഒരു ടേണർ എന്നുള്ളതിലുപരി ഈ പിച്ചിൻ്റെ ഏറ്റവും വലിയ വർസ്റ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു അൺഈവൻ ബൗൺസ്, അതായത് ഒരു ബാറ്റ്സ്മാനും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു ബോൾ കുത്തി പൊങ്ങുമെങ്കിൽ അതേ സ്പോട്ടിൽ അടുത്ത ബോൾ കുത്തി താഴുന്ന ഒരവസ്ഥയാണ് ഈ ഒരു പിച്ചിലുണ്ടായിരുന്നത്. അത് ടെസ്റ്റ് ക്രിക്കറ്റ് എന്നല്ല, ഒരു രീതിയിലുള്ള ക്രിക്കറ്റ് കളിക്കാനും നല്ലൊരു പിച്ചായിട്ട് തോന്നില്ല. ടേണർ ആയിക്കോട്ടെ, ടേൺ ചെയ്യുന്ന സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പിച്ച് ആയിക്കോട്ടെ, പക്ഷേ അവിടെയും ഒരു ട്രൂ ബൗൺസ് വേണം. ബാറ്റ്സ്മാന് ബൗൺസിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം, എങ്കിലേ ഡിഫിക്കൽട്ട്, ഗംഭീർ പറയുന്ന പോലെ ഏത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ഈ അടുത്ത മാച്ച് ആയാലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുവാണെങ്കിലും ഏത് കണ്ടീഷനിലെയും അതിജീവിച്ച് കളി ജയിക്കണമെന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. എങ്കിലും പിച്ച് കൊടുക്കുമ്പോൾ ഒരു 5 മാച്ച് കളിക്കാൻ അശ്വിൻ്റെ യൂട്യൂബ് ചാനലും പറയുന്നുണ്ടായിരുന്നു, ഇത് അത്ര വലിയ സംഭവമല്ല, പിച്ച് ഇങ്ങനെയുള്ള കണ്ടീഷനിലും കളിക്കണം. പക്ഷേ കളിക്കണം, എത്ര ബാഡ് കണ്ടീഷൻ ആണെങ്കിലും കളിക്കണം. പക്ഷേ ബോളേഴ്സിനും ബാറ്റ്സ്മാൻമാർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആ പിച്ചിൽ നിന്ന് കൊടുക്കണം. ഒരു 5 ദിവസം കളി പോകണം, അറ്റ്ലീസ്റ്റ് ഒരു 4-ാമത്തെ ദിവസമെങ്കിലും കളി പോയില്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിന് ആയുസില്ലാതായിപ്പോവും, ടെസ്റ്റ് ക്രിക്കറ്റ് നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത മാച്ചിന് എന്തെങ്കിലും പിച്ചിൽ വ്യത്യാസം വരും. ഇതൊരു 4 ദിവസം വെള്ളം ഒഴിക്കാതെ ഇട്ടിരുന്ന് ഡ്രൈ ആക്കി ഒക്കെയാണ് ഈ പിച്ച് ഈ പരുവാക്കി എടുത്തതെന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അടുത്ത മാച്ചിനെങ്കിലും ഒരു 2 പേർക്ക് എന്തിനാ പറയും, നമ്മൾ ഇംഗ്ലണ്ടിൽ പോയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തതല്ലേ, നല്ല ഒരു ഇംഗ്ലണ്ടിലെ കണ്ടീഷൻസിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നോർമൽ ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ വിക്കറ്റിൽ ഇന്ത്യക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഒരുപാട് ടേണറൊന്നും വേണ്ട, ഇത്ര വലിയ ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഗംഭീറിനെ സംബന്ധിച്ച് ഗംഭീറിന് നല്ല ഈഗോ ഉണ്ടെന്നുള്ളത് നമ്മൾ പണ്ടും കണ്ടിട്ടുള്ളതാണ്. അത് വർത്തമാനത്തിൽ തന്നെ പണ്ട് റൊണാൾഡോ ആണോ മെസ്സി ആണോ ചോദിക്കുമ്പോൾ വേറെ ആരുടെ പേര് പറയുന്ന ഒരു ഇൻ്റർവ്യൂവിൽ പേര് പറയുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഒരു ഈഗോ ഗംഭീറുണ്ട്. അപ്പം ഞാൻ പറയുന്നത് അല്ല, ഞാൻ ചിന്തിക്കുന്നത് ശരിയാണ് എന്നുള്ളത്. ഇത്രയും നാൾ ക്രിക്കറ്റ് കളിച്ച് വന്നവരും ഇനി ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നവരും ഒന്നും അല്ല, ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്നുള്ള ധാരണ ഗംഭീറിൻ്റെ ശരിയല്ല. നമ്മൾ ട്രഡീഷണലി ക്രിക്കറ്റ് കളിച്ച് വരുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ നമ്പർ 3 വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിച്ചതിനോട് എനിക്ക് എതിരെ അഭിപ്രായമില്ല. നമ്പർ 3 കളിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ തന്നെയാണ് വാഷിംഗ്ടൺ സുന്ദർ. പക്ഷേ അവിടെ സായ് സുദർശനെ കളിപ്പിച്ച് 2-3 മാച്ച് കഴിഞ്ഞ് ഉടനെ വാഷിംഗ്ടൺ സുന്ദറിനെ കൊണ്ടുവന്നു, ഇനി 2-3 മാച്ച് കഴിയുമ്പോൾ ഉടനെ വേറൊരാളെ കൊണ്ടുവന്നു. ഇങ്ങനെ T20 പോലെ ഇങ്ങനെ T20 പോലും അത് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവിടെ പോലും ഇങ്ങനെ ക്യുക്കായിട്ട് മാറ്റി പരീക്ഷിക്കാൻ പാടില്ല. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ഓർഡർ ഇന്ത്യക്ക് ഉണ്ടാവേണ്ട സമയം എന്നേ കഴിഞ്ഞു. ട്രാൻസിഷൻ ഫേസ് ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ഓർഡർ, ഒരു പ്രോപ്പറായിട്ടുള്ള റോള്, പ്രത്യേകിച്ചും ടെസ്റ്റ് ക്രിക്കറ്റിൽ അത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഒരു നമ്പർ 3 ബാറ്റ്സ്മാൻ, നമ്പർ 4 ബാറ്റ്സ്മാനൊക്കെ അത് വളരെ അത്യാവശ്യമാണ്. അവർക്ക് ആ പ്രോപ്പർ ബാറ്റിംഗ് പൊസിഷനും ആ ബാറ്റിംഗ് പൊസിഷന് വേണ്ടിയിട്ട് അവർക്ക് ലോങ് ടേമിൽ പ്രിപ്പയർ ചെയ്യാനുള്ള അവസരമൊക്കെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നമ്പർ 3 കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സായ് സുദർശനെ അന്ന് ട്രൈ ചെയ്ത സമയത്ത് വാഷിംഗ്ടൺ സുന്ദറിനെ തന്നെ ട്രൈ ചെയ്യായിരുന്നു. ഇതായിരുന്നു പ്ലാൻ എന്നുണ്ടെങ്കിൽ. ഇല്ല, സായ് സുദർശനെയാണ് ഇന്ത്യ കണ്ടതെന്നുണ്ടെങ്കിൽ സായ് സുദർശനെ തന്നെ കൂടുതൽ മാച്ചസ് അവസരങ്ങൾ കൊടുക്കേണ്ടതാണ്. എൻ്റെ അഭിപ്രായത്തിൽ വാഷിംഗ്ടൺ സുന്ദർ ആ ഒരു പൊസിഷന് തീർച്ചയായിട്ടും ആപ്റ്റായിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ ടെസ്റ്റ് മാച്ചിൽ നന്നായിട്ട് തന്നെ വാഷിംഗ്ടൺ സുന്ദർ ബാറ്റിംഗ് ചെയ്തു. 2 ഇന്നിങ്സിലും പിടിച്ചു നിന്നു. സൂപ്പറായിട്ടുള്ള ഡിഫൻസീവ് ടെക്നിക്സ് ഒക്കെ കാണിച്ച് ഉള്ളതിൽ നന്നായിട്ട് ബാറ്റ് ചെയ്തത് വാഷിംഗ്ടൺ സുന്ദർ തന്നെയാണ്. പക്ഷേ ഇനിയായാലും ഈ ആവശ്യമില്ലാത്ത മാറ്റങ്ങൾ, ധ്രുവ് ജുറേലിനെ നേരെ മേളിലോട്ട് കൊണ്ട് ശുഭൻ ഗിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞ് ഋഷഭ് പന്ത് വന്നാൽ മതിയായിരുന്നു. ധ്രുവ് ജുറേലിൻ്റെ പൊസിഷനിൽ കളിച്ചാൽ മതിയായിരുന്നു താഴെ. അപ്പോൾ അതായിരുന്നു കറക്റ്റായിട്ട് ചെയ്യേണ്ടിയിരുന്നത്. ഈ പെട്ടെന്നുള്ള മാറ്റം, ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഷഫിൽ, അത് ഗംഭീറിൻ്റെ ഇത്രയും നാൾ ക്രിക്കറ്റ് കളിച്ച് വരുന്നവരെല്ലാം മണ്ടന്മാരെ കൊണ്ട് ഗംഭീർ ഭയങ്കരമായിട്ട് ഞാൻ ഇന്നോവേറ്റീവായിട്ട് എന്തോ ചെയ്യുന്ന പോലെയാണ്. ക്രിക്കറ്റിൽ ബാറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല, അതൊരു മിത്താണെന്നൊക്കെ പറയുന്നത് പ്യൂറായിട്ടുള്ള അഹങ്കാരമാണ്. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയത്. ഇനിയും അടി കിട്ടും. ന്യൂസിലാൻഡുമായിട്ട് അടി കിട്ടി, ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ ഒരു ടെസ്റ്റിൽ അടി കിട്ടി, ഇനി T20 വൈറ്റ് ബോളിലോ ഇതുപോലെ അടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇപ്പം തന്നെ പറയുന്നു, T20 വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ തന്നെ ഇന്ത്യ ഒരു ബാറ്റിംഗ് ഓർഡർ സെറ്റ് ചെയ്തിട്ട് ആ ബാറ്റിംഗ് ഓർഡറിൽ സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യം നല്ല രീതിയിലുണ്ട്. T20 അത് അത്യാവശ്യം തന്നെയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇതുപോലെ പണി കിട്ടും. നമ്മളിപ്പോൾ ബൈലാറ്റർ സീരീസ് കളിക്കുന്ന പോലെയല്ല. ഗംഭീറിൻ്റെ അണ്ടറിൽ ഇന്ത്യ ഒരു മേജർ ടൂർണമെൻറ്റ് നല്ല രീതിയിൽ കളിച്ച് ജയിച്ചിട്ടില്ല. ചാമ്പ്യൻസ് ട്രോഫി വിന്ന് അത് ദ്രാവിഡിൻ്റെ കോച്ചിങ്ങിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ അതേ സെറ്റപ്പ് ആ ടീം അങ്ങനെ എടുത്ത് വന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ 2023 കളിച്ച അതേ ടീം അതേപോലെ വന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ UAE കണ്ടീഷൻസിൽ സ്പിൻ കണ്ടീഷനെ യൂസ് ചെയ്ത് ജയിച്ചാണ്. ഏഷ്യ കപ്പും അതുപോലെ തന്നെ UAE അപ്പോൾ അവിടെ
നല്ല കോമ്പറ്റീഷനും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗംഭീറിന് ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് സ്വന്തം കോച്ചിങ് ഇതിൽ സത്യം പറഞ്ഞാൽ ഇതുവരെ ആയിട്ടില്ല. T20 വേൾഡ് കപ്പ് ആണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പരീക്ഷണം. അവിടേക്ക് എത്തുമ്പോൾ ഇതുപോലുള്ള ഒരു തലതിരിഞ്ഞ അല്ലെങ്കിൽ എന്താ പറയുക അഹങ്കാരം ഉള്ള രീതിയിലുള്ള ഈ പരീക്ഷണങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും മണ്ടത്തരം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കണ്ട് സഞ്ജു സാംസണൊക്കെ ഏതൊക്കെ പൊസിഷനിൽ കളിപ്പിച്ചു. ഇതേപോലെ ശിവൻ ദുബെയൊക്കെ നമ്പർ 3 ഇറക്കി T20 കളിപ്പിക്കുന്നുണ്ട്. മണ്ടത്തരമാണ്. ഇന്ത്യക്ക് പണി കിട്ടും, നല്ല രീതിയിൽ പണി കിട്ടും. ബാക്കിയുള്ളവർ വെറുതെ വരുന്നതല്ല. ഇന്നലെ പാകിസ്ഥാനോടുള്ള കളി ഈ റൈസിംഗ് സ്റ്റാർസിൽ കണ്ടാൽ മനസ്സിലാവും. അടിച്ച് അണ്ണാക്കിൽ കൊടുത്തു പാകിസ്ഥാൻ. ബാറ്റ് ചെയ്തപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പ്ലേയേഴ്സ് എല്ലാം ഇന്ത്യക്ക് വേണ്ടി കളിച്ച പ്ലേയേഴ്സ് എല്ലാം IPL ഇൻ്റർനാഷണൽ പ്ലേയേഴ്സിനെതിരെ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സാണ് ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ചത്. അവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. തിരിച്ച് നല്ല രീതിയിൽ കിട്ടി തുടങ്ങുമ്പോണ്ടല്ലോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വെൽ പ്രിപ്പയർഡായിട്ട് വെൽ സെറ്റിൽഡായിട്ട് വേണം T20 വേൾഡ് കപ്പിലേക്ക് പോകാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ തീർച്ചയായിട്ടും തിരിച്ചു വരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. തിരിച്ചു വരുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഈ ഒരു പെർഫോമൻസ് അവിടെയും കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. അങ്ങനെ കാഴ്ചവെക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. പക്ഷേ ഇന്ത്യ ഇപ്പോൾ ഫസ്റ്റ് ടെസ്റ്റിൽ സൗത്ത് ആഫ്രിക്ക ജയിച്ചതുകൊണ്ട് സെക്കൻഡ് ടെസ്റ്റിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഡബിൾ കോൺഷ്യസ് ആവും. അതുകൊണ്ട് തന്നെ ഇന്ത്യയാണ് സെക്കൻഡ് ടെസ്റ്റിൽ ഫേവറേറ്റ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ അതാണ്. ഇനി വേറെ 2 മത്സരങ്ങളിൽ കൂടി ഇന്നലെ നടന്നു. പാകിസ്ഥാൻ vs ശ്രീലങ്ക മത്സരം പാകിസ്ഥാൻ വിജയിച്ചു. അതോടെ 3 മത്സരങ്ങളുള്ള ഈ സീരീസ് പാകിസ്ഥാൻ 3-0 ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. അതുപോലെ തന്നെ ന്യൂസിലൻഡ് vs വെസ്റ്റ് ഇൻഡീസ് ഇന്നലെ ODI മാച്ച് ഇന്നലെ നടന്നു. അതിൽ ന്യൂസിലൻഡ് ജയിച്ചിരുന്നു. അതിനകത്ത് 3 മത്സരങ്ങളാണുള്ളത്. ഫസ്റ്റ് ODI മാച്ചാണ് ഇപ്പോൾ ന്യൂസിലൻഡ് ഇന്നലെ ജയിച്ചത്. ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ന്യൂസിലൻഡ് 269 റൺസ് എടുത്തപ്പോൾ തിരിച്ച് വെസ്റ്റ് ഇൻഡീസിന് 262 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ 50 ഓവറിൽ. സോ അതാണ് ക്രിക്കറ്റ് 360 ഇന്നത്തെ വിശേഷങ്ങൾ. മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നിടം വരെ ബൈ.